Lesson 16. I must know the truth. This is a story of a girl named Aradhana. ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്നത്. സിഗ്രൺ ശ്രീവാസ്തവയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ആരാധനയുടെ കാര്യം പറയാം. അവൾ ഒരു നല്ല നർത്തകിയായിരുന്നു. ഷി വാസ് എ ഗുഡ് ഡാൻസർ. ആരാധന എന്ന നർത്തകിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദി കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് വേർ ഷി വാസ് എ സ്റ്റുഡൻറ്. കമലാദേവി ഡാൻസ് ആൻഡ് മ്യൂസിക് എന്നത് അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആരാധന. അങ്ങനെ ഇരിക്കെ അവിടുത്തെ കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന സ്ഥാപനം അവരൊരു വാർഷിക പരിപാടി നടത്തുകയായിരുന്നു. ആ ഡാൻസ് ഷോയിൽ തീർച്ചയായിട്ടും ആരാധനയാണ് അതിൻ്റെ ഇനാഗറൽ ഡാൻസ് പെർഫോം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അതൊരു വലിയ അംഗീകാരമായിരുന്നു ആരാധനയെ സംബന്ധിച്ച്. They were conducting a dance show. അവർ ഒരു ഡാൻസ് ഷോ സംഘടിപ്പിക്കുകയായിരുന്നു. ആരാധന വാസ് such a good dancer that she was selected to inaugurate this dance show. അവൾ അത്രയ്ക്ക് നല്ല നർത്തകിയായിരുന്നു, അതുകൊണ്ട് അവൾ ഈ ഡാൻസ് ഷോ ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാധനാസ് യങ്ങർ സിസ്റ്റർ praised her very much and told her that she was looking very beautiful. ആരാധനയുടെ യങ്ങർ സിസ്റ്റർ പറഞ്ഞു, ചേച്ചിയെ ഈ നൃത്തവേഷത്തിൽ കാണാനായിട്ട് വളരെയധികം ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് പ്രശംസിച്ചു. പ്രശംസിച്ചു. അറ്റ് ദ സെയിം ടൈം, അതേസമയം സീയിങ് ഓൺ പ്രമീള ഷി ബിക്കെയിം അപ്സെറ്റ്. പ്രമീളാൻ്റെയെ കണ്ടിട്ട് അവള് ആകെ വിഷണ്ണയായി, അപ്സെറ്റായി. ബിക്കോസ് ഷി വാസ് ആൻ ഇലുമിനേറ്റഡ് വുമൻ. കാരണം അവള് പ്രമീളാൻ്റി ഒരു ദുഷ്ട കഥാപാത്രമായിരുന്നു. ആരാധന വാസ് വെരി ടച്ചിങ്. ആരാധന പെട്ടെന്ന് വേദനിക്കുന്ന സ്വഭാവപ്രകൃതക്കാരിയായിരുന്നു. ഷീ ഫെൽറ്റ് അപ്സെറ്റ് ആൻഡ് ഹാഡ് എ ബ്രൂയിസ്ഡ് ലുക്ക് ഇൻ ഹെയർ ഐസ്. പ്രമീളാൻ്റിയെ കണ്ടതും ആരാധന ആകെ അപ്സെറ്റായി. ഒപ്പം തന്നെ അവളുടെ കണ്ണുകളിൽ ഒരു മുറിവേറ്റ ഒരു ഭാവം ഉണ്ടായിരുന്നു. ഓൺ പ്രമീള ടെൽസ് ഗ്രാൻഡ് മദർ ദാറ്റ് ആരാധന മസ്റ്റ് ബി അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് ആൻ അഡോപ്റ്റഡ് ചൈൽഡ്. പെട്ടെന്ന് പ്രമീളാൻ്റിയും മുത്തശ്ശിയും കൂടെയാണ് കടന്നു വന്നതെങ്കിലും പ്രമീള ആൻറ്റി ആരാധനയുടെ മുന്നിൽ വെച്ച് മുത്തശ്ശിയോടെന്നവണ്ണം പറയുകയാണ്, ആരാധന ഒരു എടുത്തു വളർത്തപ്പെട്ട കുട്ടിയാണ്, അവൾ അറിയണം അവൾ എടുത്തു വളർത്തപ്പെട്ട കുട്ടിയാണെന്ന്. അത് അവളിൽ നിന്നും ഇനിയും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഷീ ബിക്കെയിം അപ്സെറ്റ് ഓൺ ഹിയറിംഗ് ഇറ്റ്. ഇത് കേട്ടിട്ട് ആരാധന ആകെ അപ്സെറ്റ് ആകുന്നു. ഹെർ മദർ ഗീവ്സ് ഹെർ എ നെക്ലസ്. അമ്മ അവൾക്ക് വേണ്ടി ഒരു നെക്ലസ് കൊണ്ടുവരുന്നു. ആൻഡ് ടെൽസ് ഹെർ ദാറ്റ് ദേ ബോട്ട് ഇറ്റ് ആസ് എ ഗിഫ്റ്റ് ഫോർ ഹെർ ബർത്ത്ഡേ. അവളുടെ വരാൻ പോകുന്ന 18ാമത്തെ ബർത്ത്ഡേക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും മുൻകൂട്ടി വാങ്ങിച്ചു വെച്ചതാണെന്നും ഇന്നത്തെ ദിവസം നീ ഇത് അണിയണമെന്നും അമ്മ പറയുന്നു. ഹെർ മദർ ട്രൈഡ് ടു കൺസോൾ ഹെർ. പ്രമീള ആൻറ്റി പറഞ്ഞ വേദനിപ്പിക്കുന്ന ഈ വാക്കുകൾ ഈ അവസരത്തിൽ പറഞ്ഞത് ആലോചിക്കേണ്ടെന്നും പറഞ്ഞ അമ്മ തൽക്കാലം അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അത്ര എളുപ്പമൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ആരാധന വിത്ത് എ ഹെവി ഹേർട്ട് വെൻ ഫ്രം ദർ. അവിടെ നിന്ന് സ്റ്റേജിന്റെ പിറകിലേക്ക് ഓടി കളഞ്ഞു ആരാധന. നൗ ഇറ്റ് വാസ് ദ ടൈം ടു പെർഫോം ഹെർ ഇനാഗറൽ ഡാൻസ്. എന്തായാലും അവളുടെ ആ ഉദ്ഘാടന നൃത്തം നിർവഹിക്കേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ അമ്മയും പോയി കൂട്ടത്തിലിരുന്നു. എല്ലാവരും കാണികളുടെ കൂട്ടത്തിലിരുന്നു. സ്റ്റേജിൽ അനൗൺസർ അനൗൺസ് ചെയ്യാൻ തുടങ്ങി. ആരാധന നാരായണന്റെ ഫസ്റ്റ് ഐറ്റം ഇനാഗറൽ ഡാൻസ് ഭരതനാട്യം. അതിനുവേണ്ടി ആരാധന നാരായണനെ ക്ഷണിക്കുന്നു. പക്ഷേ ആരാധന ഡിഡ് നോട്ട് അപ്പിയർ ഓൺ ദ സ്റ്റേജ്. ആരാധന സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടില്ല. ദ ഓഡിയൻസ് ബിക്കെയിം ഇംപേഷ്യന്റ്. കാണികൾ അക്ഷമരായി. അറ്റ് ലാസ്റ്റ്, അവസാനം, ഷീ അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ്. അവൾ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടു. ബട്ട് ഹെർ ഫേസ് വാസ് പെയിൽ. പക്ഷെ അവളുടെ മുഖം വിളറിയിരുന്നു. എന്നിട്ടും ഷീ ലുക്ക്ഡ് റിലാക്സ്ഡ്. അവൾ വളരെയധികം റിലാക്സ്ഡ് ആയി കാണപ്പെട്ടു. നൗ ഷീ ഡിഡ് ഹെർ ബെസ്റ്റ് പെർഫോമൻസ് ഓൺ ദ സ്റ്റേജ്. ഇപ്പോൾ അവളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് അവൾ സ്റ്റേജിൽ കാഴ്ചവെച്ചു. ഷീ വാസ് ഡാൻസിങ് ഓൺലി ഫോർ വൺ പേഴ്സൺ. ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അവൾ അന്ന് നൃത്തം ചെയ്തത്. ദാറ്റ് വാസ് ഫോർ ഹെർ ലവിംഗ് മദർ. അവളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇനി ചോദ്യോത്തരങ്ങളാണ്. ഹൂ ഹഗ്ഡ് ദ ഡാൻസർ? ആരാണ് ഈ ഡാൻസറെ വന്ന് കെട്ടിപ്പിടിച്ചത്? കഥയുടെ തുടക്കത്തിൽ മദർ, ഓണ്ട്, ഫ്രണ്ട്, യങ്ങർ സിസ്റ്റർ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. പക്ഷേ യങ്ങർ സിസ്റ്റർ സിമിയാണ് വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്വാളിറ്റീസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡാൻസർ? താഴെ പറയുന്ന ഏത് ഗുണവിശേഷങ്ങളാണ് ഒരു നർത്തകിയെ സംബന്ധിച്ച് അത്ര പ്രധാനമല്ലാത്തത്? ഓപ്ഷൻസ്: എ ഗുഡ് ഫിഗർ, എ ഫൈൻ ഫീച്ചേഴ്സ്, നല്ല രൂപം, നല്ല വടിവത്ത ആകാര സൗഷ്ഠവം, എ ഫെയർ കോംപ്ലക്ഷൻ,
ഒരു വെളുത്ത നിറം, എ ടാലന്റ് ഫോർ ഡാൻസ്. വെളുത്ത നിറം അത്ര പ്രധാനമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെ. ഇനി അടുത്ത ചോദ്യം, വൈ ഡിഡ് ആരാധന തിങ്ക് ഷി വാസ് നോട്ട് ബ്യൂട്ടിഫുൾ? ഡു യു എഗ്രി വിത്ത് ഹെർ? എന്തുകൊണ്ടാണ് താൻ സുന്ദരിയല്ല എന്ന് ആരാധന കരുതിയത്? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഷി വാസ് നോട്ട് ഫെയർ, അവൾ വെളുത്തവളല്ലായിരുന്നു, അതുകൊണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് പറയാൻ സാധിക്കും? ഇല്ല, ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഫെയർനെസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ദാറ്റ് എ ഡാൻസർ നീഡ്സ്. ഒരു ഡാൻസർക്ക് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ഫെയർനെസ് എന്ന് ഞാൻ കരുതുന്നില്ല. മൂന്നാമത്തെ ചോദ്യം, ഹു ആർ ദ പീപ്പിൾ ഹു കെയിം ടു വിഷ് ആരാധന? ആരാധനയെ വിഷ് ചെയ്യാൻ വന്ന ആളുകൾ ആരൊക്കെയായിരുന്നു? ഗ്രാൻഡ് ഫാദർ, ഫാദർ, മുത്തശ്ശനും അച്ഛനും. അടുത്ത ചോദ്യം, ഹു വാസ് ഷീ നോട്ട് പർട്ടിക്കുലർലി കീൻ ടു മീറ്റ്? പ്രത്യേകിച്ച് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്ത വ്യക്തി ആരായിരുന്നു ആരാധനയെ സംബന്ധിച്ച്? പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ടെക്സ്റ്റ് ഇൻ സപ്പോർട്ട് ഓഫ് യുവർ ആൻസർ. അതായത് ആർക്കും അത്ര താല്പര്യമുള്ള ആളല്ല ആരാധന, പ്രമീള ആൻറ്റി എന്ന് കാണിക്കുന്ന ഒരു വാചകം ടെക്സ്റ്റിൽ നിന്ന് എടുത്തു പറയുക എന്നും കൂടി പറയുന്നുണ്ട്. ആർക്കും കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തി ആരാണ്? ഓണ്ട് പ്രമീളയാണ്. അതിന് ടെക്സ്റ്റിൽ ഒരു വാചകം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മൈ സിസ്റ്റർ റോൾഡ് അപ്പ് ഹെർ ഐസ് ഇൻ മോക്ക് ഹൊറർ. അതായത് യഥാർത്ഥത്തിലുള്ള പേടിയല്ല, പേടി അഭിനയിച്ചുകൊണ്ട്, മോക്ക് ചെയ്തുകൊണ്ട് കണ്ണുകൾ ഇങ്ങനെ പ്രമീളാന്റിയെ കണ്ടതും തുറിച്ചു നോക്കി എന്നൊരു വാചകം ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവരോടുള്ള ബാക്കിയുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്. അടുത്ത ചോദ്യമാണ്, വൈ വേർ ആരാധനാസ് ഫാമിലി മെമ്പേഴ്സ് പ്രൗഡ് ഓഫ് ഹെർ? എന്തുകൊണ്ടാണ് ആരാധനയുടെ കുടുംബാംഗങ്ങൾ അവളെക്കുറിച്ച് അഭിമാനിച്ചത്? ഷീ ഹാഡ് ബീൻ സെലക്ടഡ് ടു ഇനാഗുറേറ്റ് ദ ആനുവൽ ഷോ ഓഫ് ഹെർ സ്കൂൾ. സ്കൂളിന്റെ ആനുവൽ ഷോ ഇനാഗുറേറ്റ് ചെയ്യാൻ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു, അതുകൊണ്ട്. വൈ ഡിഡ് ആരാധനാസ് മദർ ലീവ് ദ സ്റ്റേജ്? എന്തുകൊണ്ടാണ് ആരാധനയുടെ അമ്മ സ്റ്റേജ് വിട്ടുപോയത്? ടു ഫെച്ച് ആരാധനാസ് ഗിഫ്റ്റ്. ആരാധനയുടെ സമ്മാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്. ആരാധനയ്ക്ക് ഒരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്, അത് അച്ഛൻ്റെ കയ്യിലാണ്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരട്ടെ, അല്ലെങ്കിൽ സിമി നീ പോയി എടുത്തുകൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോവാം എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ സമ്മാനം? നമുക്കറിയാം, ഒരു ഗോൾഡൻ നെക്ലസ് ആണ്. അവളുടെ 18th ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇന്ന് ഈ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അവൾക്ക് മുൻപേ കൊടുക്കുന്നു, അത്ര തന്നെ. ഇനി അടുത്ത ചോദ്യമാണ്, ഈ ഷീ ഈസ് മീൻ, മാഡ് ആൻഡ് മിസറബിൾ. അവിടെ ഒരു ദുഷ്ടസ്ത്രീയാണ്, ഭ്രാന്താണ് അവരുടെ പെരുമാറ്റത്തില്, മിസറബിൾ ആണ്, ആകെ പ്രശ്നമാണ് അവര് എന്ന് പറയുന്നു. ഹു ആർ സിമി റെഫറിംഗ് ടു? സിമിയാണ്, സഹോദരിയായ സിമിയാണ് പ്രമീളാന്റിയെ കുറിച്ച് പറഞ്ഞത്. ആരെ കുറിച്ചാണ്? ഉത്തരം, ഓണ്ട് പ്രമീളയെ കുറിച്ച്. വാട്ട് വാസ് മീൻ തിങ് ഷീ ഹാഡ് സെറ്റ്? അവൾ പറഞ്ഞ ഈ മീൻ തിങ് എന്താണ്? ദർ അരഗന്റ് നേച്ചേർഡ് ഓണ്ട്. അതായത് അവരുടെ വളരെ മോശം പ്രകൃതക്കാരിയായിട്ടുള്ള ഒരു ആൻറ്റിയാണ് പ്രമീള ആൻറ്റി, അവരെ കുറിച്ചാണ്. ഡു യു അഗ്രി വിത്ത് സുനിത അല്ലെങ്കിൽ സിമി? സിമിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണെന്ന് കഥയുടെ ചുരുളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യമാണ്, വാട്ട് വേർഡ്സ് ഓഫ് ഓണ്ട് പ്രമീളാസ് ഹർട്ട്? പ്രമീള ആൻറ്റിയുടെ ഏത് വാക്കുകളാണ് വേദനിപ്പിച്ചത്? ഹർട്ട് ആരാധന ദ മോസ്റ്റ്. ആരാധന ഏറ്റവും അധികം. ദാറ്റ് ആരാധന വാസ് എ ബേബി ആ സ്കിന്നി ആൻഡ് ഡാർക്ക്. ഒന്ന്, ആരാധന കുഞ്ഞുനാളിലെ വീട്ടിലെ അമ്മ കൊണ്ടുവരുമ്പോൾ കറുത്തു മെലിഞ്ഞ ഒരു കുഞ്ഞായിരുന്നു. കറുത്ത നിറത്തെക്കുറിച്ച്, അവളുടെ കറുത്ത നിറത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്ന അവളെ വല്ലാതെ വേദനിപ്പിക്കും. രണ്ട്, ദാറ്റ് സുനിത ഷുഡ് ഹാവ് ടോൾഡ് ആരാധന ദ ട്രൂത്ത്. സുനിത ആരാധന എടുത്തു വളർത്തപ്പെട്ട അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്നുള്ള സത്യം നേരത്തെ അവളോട് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളാണ് അവളെ വേദനിപ്പിച്ചത്. ഹു അക്കോർഡിംഗ് ടു ആരാധനാസ് ഗ്രാൻഡ് മദർ ഷുഡ് ടെൽ ഹെർ ട്രൂത്ത്? ആരാധനയുടെ മുത്തശ്ശിയുടെ അഭിപ്രായത്തിൽ ആരാണ് അവളോട് സത്യം പറയേണ്ടത്? അമ്മ, മദർ. അടുത്ത ചോദ്യമാണ്, ഹൗ ഡിഡ് ആരാധന ലേൺ ദ ട്രൂത്ത്? ഒടുവിൽ സത്യം എങ്ങനെ മനസ്സിലാക്കി? ഓൺ പ്രമീള ലെറ്റ് ഔട്ട് ദ സീക്രട്ട്. പ്രമീള ആൻറ്റിയാണ് ഈ സീക്രട്ട് വെളിപ്പെടുത്തിയത്. ഡിഡ് ഇറ്റ് ഷാറ്റർ ഹെർ കംപ്ലീറ്റ്ലി? അത് അവളെ അല്ലാതെ തകർത്തുവോ? യെസ്. വൈ ഡിഡ് ഗ്രാൻഡ് മദർ ആസ്ക് സിമി ടു ഫെച്ച് ഹെർ മദർ? സിമി നീ പോയി അമ്മേനെ വിളിച്ചിട്ടുണ്ടോ എന്ന് മുത്തശ്ശി പറഞ്ഞത് എന്തുകൊണ്ടാണ്? സോ ദാറ്റ് ആരാധന മൈറ്റ് ബി ടോൾഡ് ദ ട്രൂത്ത്. അങ്ങനെ അമ്മ വരുമ്പോഴെങ്കിലും അവൾ സത്യം അറിയട്ടെ എന്ന് ഓർത്തിട്ട്. ഫോർ ഹൗ മെനി ഇയേഴ്സ് ഹാഡ് ആരാധന ബീൻ വിത്ത് ഹെർ അഡോപ്റ്റഡ് പാരൻസ്? എടുത്തു വളർത്തപ്പെട്ട മാതാപിതാക്കളോടൊപ്പം എത്ര വർഷമായിരുന്നു ആരാധന കഴിഞ്ഞു പോകുന്നത്? 18 ഇയേഴ്സ്, കഴിഞ്ഞ 18 വർഷം. ഹാഡ് ദേ ഷെയർഡ് ഹെർ ജോയ്സ് ആൻഡ് സോറോസ്? അവളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവർ പങ്കുവെച്ചുവോ? യെസ്. ഹൗ ഡസ് ആരാധനാസ് മദർ എക്സ്പ്രസ് ദിസ്? ആരാധനയുടെ അമ്മ ഇതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഉത്തരം ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തുക. ഫോർ ഓൾമോസ്റ്റ് 18 ഇയേഴ്സ് ഐ ഹാവ് കെയർഡ് ഫോർ യു. കഴിഞ്ഞ 18 വർഷമായി ഞാൻ നിനക്ക് വേണ്ടി കെയർ ചെയ്തു. ഐ ഹാവ് ലാഫ്ഡ് വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ചിരിച്ചു. ആൻഡ് ഐ ഹാവ് ക്രൈഡ് ഫോർ യു. നിനക്ക് വേണ്ടി ഞാൻ കരഞ്ഞു. ഐ ഹാവ് ഗിവൺ യു 18 ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിന്റെ 18 വർഷം ഞാൻ നിനക്ക് നൽകി. ഡോണ്ട് യു തിങ്ക് ദാറ്റ് കൗണ്ട്സ് മോർ ദാൻ ബീയിങ് കാരിഡ് 9 months ഇൻ മൈ വൂം? എൻ്റെ ഗർഭപാത്രത്തിൽ 9 മാസം നിനക്ക് സമയം അല്ലെങ്കിൽ നിന്നെ വഹിച്ചില്ല എന്നതിനേക്കാൾ വിലപ്പെട്ടതല്ലേ ഈ കഴിഞ്ഞ 18 വർഷങ്ങളിലെ എൻ്റെ സേവനം? നീ അങ്ങനെ കരുതുന്നില്ലേ എന്ന ചോദ്യമാണ് അവളുടെ മനസ്സിൽ സ്പർശിച്ചത്. വാട്ട് ഗിഫ്റ്റ് ഹാഡ് ആരാധനാസ് പാരൻസ് ഗോട്ട് ഫോർ ഹെർ? ആരാധനയുടെ മാതാപിതാക്കന്മാർ അവൾക്ക് വേണ്ടി എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിരുന്നത്?
ആരാധനയുടെ മാതാപിതാക്കന്മാർ അവൾക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നത് ഒരു ഗോൾഡൻ നെക്ലസ് ആണ്. എ നെക്ലസ്. Why did Aradhana's mother give it to her on the day of the school's annual function? സ്കൂളിന്റെ ആനുവൽ ഫംഗ്ഷന്റെ ദിവസം എന്തുകൊണ്ട് അവർ അത് കൊടുത്തില്ല? As a token of how much they cared and loved her. എത്രമാത്രമാണ് അവര് അവളെ കെയർ ചെയ്തത്, സ്നേഹിച്ചത് എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ്. Why was Aradhana heartbroken? എന്തുകൊണ്ടാണ് ആരാധന heartbroken ആയത്? She was told that she was an adopted child. ഒരു എടുത്തു വളർത്തപ്പെട്ട കുട്ടിയാണ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. Nothing has changed today. ഇന്ന് യാതൊന്നിനും മാറ്റം വന്നിട്ടില്ല. Nothing at all. Who says this? ആരാണ് ഇത് പറയുന്നത്? ആരാധനയുടെ അമ്മയാണ് ഇത് പറയുന്നത്. What had not changed? എന്താണ് മാറ്റം വരാത്തത്? Her relationship with ആരാധന. ആരാധനയുമായിട്ടുള്ള അവരുടെ ബന്ധത്തിലാണ് മാറ്റം വരാത്തത്. അടുത്ത ചോദ്യമാണ് what does Aradhana's mother ask her to do to prove her love for her parents? മാതാപിതാക്കളോടുള്ള സ്നേഹം തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്? To go on the stage and dance. നീ സ്റ്റേജിൽ പോയി നൃത്തം ചെയ്യണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് why do you think ആരാധന was late in coming to the stage? അനൗൺസർ ഒരുപാട് തവണ അനൗൺസ് ചെയ്തെങ്കിലും ആരാധന സ്റ്റേജിലേക്ക് എത്താൻ വൈകി. എന്തുകൊണ്ട് വൈകി? എന്താണ് നിങ്ങൾ കരുതുക? She took time in deciding the truth for herself. അവൾക്ക് സ്വയം സത്യം തിരിച്ചറിയണമായിരുന്നു. ഏതാണ് ശരി? 9 മാസം അമ്മയുടെ ഉദരത്തിൽ കഴിയാതിരുന്നതാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സമ്മാനമായി അമ്മ കഴിഞ്ഞ 18 വർഷം തൻ്റെ കൂടെ, തൻ്റെ സന്തോഷത്തിനും സങ്കടത്തിനും കൂടെ നിന്ന് ഏതാണ് വലുത്? അവൾക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാമോ? ഒടുവിൽ അവൾ അത് തിരിച്ചറിയുകയും അവൾ സ്റ്റേജിൽ അമ്മയ്ക്ക് വേണ്ടി വന്ന് നൃത്തം ചെയ്യുകയും ചെയ്തു. Did she wear the necklace her parents had given her? മാതാപിതാക്കന്മാരെ പാരൻസ് കൊടുത്ത നെക്ലസ് അവൾ ധരിച്ചുവോ? Did she wear? അവൾ ധരിച്ചുവോ? If so, അങ്ങനെയെങ്കിൽ why did you think she did so? നിങ്ങൾ എന്തുകൊണ്ട് അവൾ അങ്ങനെ ചെയ്തു എന്നാണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും യെസ്. ഒന്നാമത്തെ ചോദ്യത്തിന് യെസ്, അവൾ ധരിച്ചു എന്ന് തന്നെയാണ്. ഷീ ഹാഡ് വോൺ ദ നെക്ലസ്. അവൾ അല്ലെങ്കിൽ ഷീ വോർ ദ നെക്ലസ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഷീ ഫൈനലി ന്യൂ വാട്ട് ദ ട്രൂത്ത് വാസ്. സത്യം എന്താണെന്ന് ഒടുവിൽ അവൾ തിരിച്ചറിഞ്ഞു. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഷീ ഡാൻസ്ഡ് ഫോർ വൺ പേഴ്സൺ ഓൺലി. ഹു വാസ് ദിസ് പേഴ്സൺ? അവൾ ഒരേ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് നൃത്തം ചെയ്തത്. ആരായിരുന്നു ആ വ്യക്തി? ആരാധനയുടെ മദർ. Why did she dance only for her? She discovered that in spite of being an adopted child, ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആയിരുന്നിട്ട് കൂടി she was loved and cared for. താൻ സ്നേഹിക്കപ്പെട്ടു, പരിഗണിക്കപ്പെട്ടു. അതുകൊണ്ട്